അല്ല, ഇതെന്നതാ ഇത്? ചോറും കറികളും മാത്രമേ ഉണ്ടാക്കിയുള്ളോ? പിന്നെന്താ അമ്മേ വേണ്ടത്? ചോറും അഞ്ചാറ് കൂട്ടം കറികളും ഒക്കെ ആക്കിയിട്ടുണ്ടല്ലോ, വേറെ എന്താ വേണ്ടേ? അതിപ്പോ ഞാൻ അവനോട് പറഞ്ഞതാണല്ലോ ബിരിയാണിയുടെ സാധനങ്ങൾ മേടിക്കണത്, ബിരിയാണി ഉണ്ടാക്കാനുള്ളത്. പിന്നെ അതവൻ മേടിച്ചില്ലേ സാധനങ്ങളൊന്നും? ആണോ? ആ, എന്നാ പിന്നെ വാങ്ങിയില്ല കേട്ടോ, ബിരിയാണിയുടെ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. അത് കുഴപ്പമില്ല, ഇത്രയും കറികളും ചോറും ഇല്ലേ, അത് മതി ധാരാളം. ഞാൻ പ്രത്യേകം ഞാൻ പറഞ്ഞതാ, ഞാൻ അവരോട് ഞാൻ പറഞ്ഞേ ബിരിയാണി ആക്കാം. അപ്പൊ എന്തെങ്കിലും അവരിപ്പോ കുറച്ച് അല്ല, അവരിപ്പോ കുറച്ച് കഴിയുമ്പത്തേക്ക് എത്തിയല്ലേ, ഉച്ച കഴിയുമ്പത്തേക്കും എത്തും. ആ, അമ്മ എന്തിനാ ഇങ്ങനെ മുഖം പൊറിപ്പിച്ച് വിളിച്ചേക്കുന്നത്? അമ്മയുടെ അനിയത്തിമാരും ചേച്ചിമാരെല്ലാം ഉച്ച കഴിയുമ്പോഴത്തേക്കും വരികയല്ലേ? അമ്മ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക, എന്താ പറ്റിയേ? അല്ല, നിന്നോട് ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ നീ മേടിച്ചായിരുന്നോ? ആ, അവള് ഭക്ഷണം റെഡിയാക്കിയില്ലേ? എടി, നിന്നോട് ഞാൻ ബിരിയാണി വെക്കണം, ബിരിയാണിക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞിട്ട് നീ അതൊന്നും മേടിച്ചിട്ടില്ലല്ലോ. അത് പറയാൻ മറന്നുപോയി. എന്തായാലും കാശ് തികഞ്ഞില്ല. 10-12 പേരില്ലേ, അപ്പൊ എല്ലാരും കൂടെ തീറ്റി പോരണ്ടേ? സാരമില്ല, നമുക്ക് പിന്നെ മേടിക്കാം. കഴിക്കാൻ കൊടുക്കുന്നതിന് കണക്ക് പറയുന്നു. എടാ, നീ ബുദ്ധിമുട്ടണ്ട. നീ ബുദ്ധിമുട്ടിട്ട് എന്റെ അനിയത്തിമാർക്കും ചേച്ചിമാർക്കും ഒന്നും നീ തിന്നാൻ കൊടുക്കണ്ട. ഞാൻ അവരോട് വിളിച്ചു പറയാൻ വരണ്ടെന്ന്, പ്രശ്നം തീർന്നല്ലോ. അവന് പറഞ്ഞാ പോരെ? ഓ, അത് അമ്മയുടെ ഇഷ്ടം. എനിക്ക് അവര് വരണം നിർബന്ധമൊന്നുമില്ല. ആ വണ്ടിയിലൊക്കെ ഇരിക്കും, ഞാൻ ഇങ്ങ് എടുത്തിട്ട് വരാം. നാണം കെട്ടവൻ, ഭാര്യയുടെ ഓത്തായിരിക്കും. പെങ്കോന്തനായി പോയല്ലോ, എന്റെ ദൈവമേ, ഇങ്ങനെ ആണല്ലോ എന്റെ വയറ്റിൽ വന്ന് കറന്നേന്ന് ഓർത്തിട്ടാ. എങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല. ഉഫ്, അതെങ്ങനെയാ മനുഷ്യനെ കണ്ടിട്ട് അതൊരു പിശാചിനെയല്ലേ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്, ദാരിദ്ര്യം പിടിച്ച് കിടക്കുന്നിടത്തുനിന്ന്? അമ്മ വല്ലതും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ല. ഞാൻ അവരെ വിളിച്ചിട്ടേ വരണ്ടാന്ന് പറയുന്ന കാര്യം പറയുമായിരുന്നു. വരണ്ടാന്നങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് തീരുമല്ലോ. അയ്യോ, ഓ, എന്തയ്യോന്ന്? ആ, ഉണ്ടാക്കി വെച്ച ചോറും കറിയും ഒക്കെ എന്നാ ചെയ്യുമെന്ന് ഓർത്തിട്ടായിരിക്കും അല്ലേ? ആ, എടുത്ത് ദൂരോട്ട് കളാ, അല്ലാടെ തന്നെ നിന്ന് തീർക്കാൻ പറ്റുമോ? അതല്ല, ഭക്ഷണം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കിയാലും കഴിക്കാലോ. ഞാനതല്ല, അവരോട് വരികയല്ലെന്ന് വിളിച്ചു പറയാൻ വേണ്ടിട്ടേ. അമ്മയുടെ ഫോണിനകത്ത് ബാലൻസ് ഇല്ലല്ലോ. ഇപ്പൊ ചേട്ടാ റീചാർജ് ചെയ്യണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇനി പോയിട്ട് വേണ്ടേ റീചാർജ് ചെയ്യാൻ വേണ്ടിട്ടേ. അപ്പൊ എന്ത് ചെയ്യും? ആ, എന്റെ ഫോണിൽ വിളിച്ചു പറഞ്ഞു വന്നാ പിന്നെ കേട്ടോ. ഓ വേണ്ട, ഞാൻ വിളിച്ചു പറഞ്ഞോളാം ചാർജ് ചെയ്ത് കഴിയുമ്പോ. ഈ ബുദ്ധിമുട്ടുണ്ട. അല്ലമ്മേ, അവര് വരുന്നതിന് മുമ്പ് വിളിച്ചു പറയണ്ടേ? ഇപ്പൊ ഇറങ്ങി പാതി വഴി എത്തിയിട്ട് വരണ്ടാന്ന് വിളിച്ചു പറയുന്നത് മോശമല്ലേ? അതാ പറഞ്ഞേ. അതിനൊരു സാധനമാണ്, ദൈവമേ, ഇഷ്കു പിടിച്ച സാധനങ്ങൾ. പെറു പെറുക്കണ കിങ്ങിണി തരാവേ. എടാ, നീ പോകാൻ വേണ്ടിട്ട് ഇറങ്ങുവാണോ? എടാ, പിന്നെ സിനിമോള് വിളിച്ചായിരുന്നു. അവരുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുവല്ലേ. അന്നേരം പിന്നെ ഗ്രാനൈറ്റ് ഇടാൻ വേണ്ടിട്ട് അവര് തീരുമാനിച്ചേക്കുന്നത്. അന്നേരം പൈസ തികയല്ലെന്നാ പറഞ്ഞത്. ഞാൻ പറയും നീ എന്നാത്തിനാ, ഭയങ്കര വിഷമോ വീടിനെ. അപ്പൊ ഞാൻ പറയും നീ എന്നാത്തിനാ ഈ വിഷമിക്കുന്നത്, നിന്റെ കുഞ്ഞാങ്ങളെയല്ലേ ഇവിടെ ഉള്ളത്. ആ, അവനോട് മേടിച്ചിട്ട് അമ്മ പൈസ ഇട്ട് തന്നേക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ബാംഗ്ലൂരും എങ്ങാണ്ടൊക്കെ പോയിട്ടാ ഗ്രാനൈറ്റ് മേടിക്കുന്നത്. അവിടെ ആകുമ്പം ഇച്ചിരി വില കുറവൊക്കെ ഉണ്ടാവുന്നു. എവിടെയാണേലും പൈസക്ക് പൈസ തന്നെ വേണ്ടേ. ആ, അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, നീ അവളുടെ അക്കൗണ്ടിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്ക്. പിന്നെ ഗ്രാനൈറ്റ് ആങ്ങളുടെ വക നിന്റെ വക ഇരിക്കട്ടെ. അല്ലമ്മേ, ഈ വാർക്കയും വയറിങ്ങൊക്കെ എന്റെ വക അല്ലായിരുന്നോ? എടാ, അത് നല്ല കാര്യമല്ലേ, നിനക്ക് അഭിമാനത്തോടെ പെങ്ങളുടെ വീട്ടിലോട്ട് കയറി ചെല്ലാലോ. ഏ ആ, അതിന് നീ അഭിമാനിക്കുമല്ലേ വേണ്ടത്. പെങ്ങളുടെ വീട്ടിലോട്ട് പോകുമ്പോ നല്ല നെഞ്ചും വിരിച്ച് കയറി ചെല്ലത്തില്ലേ നിനക്ക്? എന്റെ കയ്യിൽ അത്രയ്ക്ക് നെഞ്ചുരിക്കാനുള്ള കാശൊന്നും ഇല്ലമ്മേ. അതുകൊണ്ട് അത് മതി, ഉള്ളത് മതി. എടാ, എന്ന് പറഞ്ഞ എങ്ങനെ? ഞാൻ അവക്ക് വാക്ക് കൊടുത്തതാ. അവളത് അവിടെ പറഞ്ഞു കാണിയല്ലേ വീട്ടുകാരോട്. ഇനി മേടിച്ചു കൊടുത്തില്ലെങ്കിൽ നാണക്കേടല്ലേ. ഒരു വാക്ക് പറഞ്ഞാൽ നമ്മൾ വാക്ക് പാലിക്കണ്ടേ. അമ്മ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ തന്നെ കാശ് കൊടുക്കുക, അല്ലാണ്ട് പിന്നെ എന്നോടാണ് ചോദിക്കുന്നത്. അതെന്നാ തർക്കുത്തര വർത്താനമാടാ അത്? ഞാൻ പറഞ്ഞ നീ എന്നെ അങ്ങോട്ട് അനുസരിക്കുകയല്ലേ നീ? ഓ, ഭാര്യനെ പേടിച്ചിട്ടായിരിക്കും. ഇപ്പൊ അവളെ പേടിച്ചിട്ടാണല്ലോ എന്റെ മോൻ ജീവിക്കുന്നത് ഇപ്പം. നീ എങ്ങനെയാടാ ഇങ്ങനെ മാറിയത്? പിന്നെ അമ്മേനെ മാത്രം പേടിച്ചാൽ മതിയോ? എനിക്ക് ഭാര്യയും മക്കളെല്ലാം വേണ്ടേ? ഞാൻ പോയപ്പോ ഞാനൊന്നും പറയുന്നില്ല ഞാൻ. അവിടെ നിന്നേടി.
എന്താ അമ്മേ, ഞാൻ തുണി വിരിച്ചിടാൻ പോവായിരുന്നു. ആ, അല്ല നീയേ എന്റെ മകൻ എന്നാ കൈവശാ കൊടുത്തത്? രാവിലെ ഞാൻ ഇഡലി സാമ്പാറാണല്ലോ കൊടുത്തത്. നിന്റെ പരിഹാസമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതേ എന്റെ പേരിലുള്ള വീടാ. ഇവിടെ എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിച്ചാ മതി. ഏ ഞാനൊരു വാക്ക് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തോട്ടില്ലാതെ ചേർക്കണം. ഇന്നേ വരെ അവൻ എന്റെ ഇഷ്ടത്തിനെ ജീവിച്ചിട്ടുള്ളൂ. ഏ അല്ലെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്റെ വാക്കിന് ഒരു വിലയില്ലാത്ത വീട്ടിൽ ആരൊക്കെ നിക്കണം നിക്കണ്ടെന്നുള്ളതും ഇനിയിപ്പോ എന്താ ഈ കാര്യത്തിൽ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ. ആ, പോവാൻ പറയട്ടെ. എന്നടി പറഞ്ഞേ? അല്ല ഒന്നുമില്ല, ഞാൻ തുണി വിരിച്ചിട്ടിട്ട്. ഒരു വിലയും ഇല്ലാണ്ടായി വന്ന് എനിക്കിവിടെ. ഹ്, ഇതേ എന്റെ പേരിലുള്ള വീടാണെങ്കിൽ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇതിങ്ങനെ വിട്ടാ പറ്റിയാലോ. ഹ, 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 ഹ. ആ, ഇവിടെ ആട്ടും തൂപ്പും കേട്ട് ഇവിടെ എനിക്ക് കിടക്കേണ്ട കാര്യമുണ്ടോ? എനിക്കിവിടെ എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. അല്ല പിന്നെ ഓ ഓ ഓ ഓ ഇവിടെ ആരാടി കൊണ്ട വെള്ളം ഒഴിച്ചത്? ഓ യോ വീണോ? എഴുന്നേക്ക് എഴുന്നേക്ക്. നീ എന്നെ പിടിക്കണ്ട, മാറടി. നീ എന്നെ പിടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ നിന്നോട്? എന്റെ അമ്മ വാശി കാണിക്കാനുള്ള സമയമല്ല, ഞാൻ പിടിക്ക. എഴുന്നേക്ക്. ഓ ഓ ഓ നടു പോയേ. ഓ എന്റെ അമ്മോ, ഇനി നടുവും കൊണ്ട് ഒന്നിനും കൊള്ളിയല്ല. അയ്യോ. അമ്മ ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ, 2 മാസത്തേക്ക് അനങ്ങാതെ കിടക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എഴുന്നേക്കാനൊന്നും നോക്കണ്ട. അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ? കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും? നിന്റെ കൈ കൊണ്ട് തരുന്ന തുള്ളി വെള്ളം ഞാൻ കുടിക്കുകയല്ല. നീ അതിനകത്ത് വിഷം കലക്കി തരികയെന്ന് ആര് കണ്ടു? സന്തോഷമായിട്ട് ഇടി നിനക്ക്. നീ പ്രാഗിട്ടില്ലേടി എനിക്ക് ഇങ്ങനെ വന്നത്. ഇറങ്ങി പോടി. ഓ ഇറങ്ങി പോടി. ഞാനേ എന്റെ മക്കളെ വിളിച്ചോളാം. എന്റെ മൂത്ത മകനും മരുമോളും എന്റെ മകളും. ഞാൻ വിളിച്ചോളാം. ഞാൻ വിളിച്ചാൽ അവരിവിടെ ഓടിയെത്തും. പിന്നെ എനിക്കറിയടി എന്നാ ചെയ്യേണ്ടതെന്ന്. ഇനി ഓടി. ഫോൺ എന്തിയാ? ഫോണ് എന്തെങ്കിലും ചെയ്യാം, അമ്മയുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. അമ്മ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. സമയം 3 മണി കഴിഞ്ഞു. അമ്മ മാറി മാറി വിളിച്ചിട്ടും ആരെങ്കിലും വന്നോ? പിന്നെ അമ്മ എന്തിനാ ഈ വാശി കാണിക്കുന്നത്? അത് പിന്നെ അവക്ക് വീട് പണിയല്ലേ, അങ്ങനെ അതൊക്കെ ഇട്ടേച്ചിപ്പോ ഓടിപ്പടിച്ച് വരാൻ പറ്റുമോ? പിന്നെ അവനാണെങ്കിൽ ജോലിക്ക് പോകുന്നുണ്ട്, അവളും പോകുന്നുണ്ട്, ചിത്രയും പോകുന്നുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാ ഓടി വരുന്നതെന്ന് ഓർത്തിട്ടായിരിക്കും. ഉം. എല്ലാവർക്കും തിരക്കല്ലേ അമ്മേ? അമ്മയുടെ ഇളയ മകനും ഭാര്യയ്ക്ക് മാത്രം ഒരു തിരക്കും ഇല്ല. അമ്മയ്ക്കൊരു കാര്യം അറിയാമോ? അമ്മയുടെ ഇളയ മകന്റെ പേര് ഒന്നുമില്ലമ്മേ. സമ്പാദ്യങ്ങളൊന്നും ഇല്ലാന്ന് മാത്രമല്ല, എന്തെങ്കിലും ഉള്ളതെല്ലാം തീർന്നുകൊണ്ടിരിക്കുക. മുങ്ങി താഴോണ്ടിരിക്കുന്ന ഒരു കപ്പല് പോലെ അമ്മേ. അമ്മ ഇങ്ങനെ കിടപ്പിലായതുകൊണ്ട് ഞാൻ പറയുന്നല്ല കേട്ടോ. എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ അമ്മയ്ക്ക് ഞങ്ങൾക്ക് അമ്മയെ മാത്രമേ ഉള്ളൂ. അമ്മ ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം. അമ്മ ഓരോരോ ആവശ്യങ്ങൾ പറയുമ്പോൾ അത് നടത്താനൊന്നും പൈസയൊന്നും ഉണ്ടായിട്ടല്ല. ആകെ ഒരു ദിവസം കിട്ടുന്ന വരുമാനം എന്നതാന്ന് അമ്മയ്ക്ക് അറിയാലോ. പിന്നെ ഓരോ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഞാൻ എന്റെ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ എടുത്തു കൊടുക്കും. ഇനി കൊടുക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. 2 പെൺപിള്ളേരല്ലേ, അത് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാ. പിന്നെ ഈ നാട്ടുകാരുടെ അടുത്ത് ഓടി നടന്ന് കടം മേടിച്ച് ലാസ്റ്റ് അത് കൊടുക്കാൻ പറ്റാണ്ട്. അമ്മയ്ക്ക് ആ ദിനേശേട്ടന്റെ കാര്യം അറിയത്തില്ലേ? സുധാകരേട്ടന്റെ മോൻ നാട്ടുകാരുടെ അടുത്ത് മുഴുവനും കടമാക്കി ലാസ്റ്റ് കടബാധ്യത താങ്ങാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തു. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പേടിയമ്മേ. എനിക്കത്ര ധൈര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ നാട്ടുകാരോടൊന്നും കടം മേടിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിലുള്ളതൊക്കെ എടുത്തു കൊടുക്കുന്നത്. എനിക്ക് മുന്നോട്ട് എങ്ങനെ ജീവിക്കുന്നോർത്ത് എനിക്ക് പേടിയാവുക. അമ്മയ്ക്ക് മൂത്ത മകന്റെ കാര്യവും മകളുടെ കാര്യവും ഒക്കെ ഓർത്ത് ആദ്യം ഉണ്ടല്ലോ. അവർക്കൊക്കെ കൊടുക്കുന്ന സ്നേഹത്തിന്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് തന്നൂടെ അമ്മേ? അമ്മ എന്താ ഞങ്ങളെ മാത്രം മനസ്സിലാക്കാത്ത? ഞങ്ങളോട് മാത്രം എന്താ അമ്മയ്ക്ക് സ്നേഹമില്ലാത്ത അമ്മേ? നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയാതെ പോയി. ഞാൻ ഏറ്റവും കൂടുതൽ ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിയത് എന്റെ ഇളയ മോനെ തന്നെയാ. പിന്നെ എപ്പോഴാ ഇങ്ങനെയൊക്കെ ആയെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. നമുക്കുണ്ടെങ്കിലേ നമുക്കുള്ളൂ. അമ്മയ്ക്കത് മനസ്സിലായി. ഞാൻ ഒത്തിരി എന്റെ മോനെ ഇട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടല്ലേ. അമ്മയ്ക്ക് അമ്മയുടെ തെറ്റൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇനി അമ്മ ശ്രദ്ധിച്ചോളാം കേട്ടോ. അമ്മയോട് ക്ഷമിക്ക്. അല്ലെങ്കിൽ നമുക്കൊരു വയ്യാഴിക വരുമ്പോഴല്ലേ നമുക്ക് എല്ലാരെയും മനസ്സിലാകുന്നതല്ലേ.
ഉം. ഉം. മതി. അമ്മ ഇനി വിഷമിക്കണ്ട. അമ്മയ്ക്കെല്ലാം മനസ്സിലായല്ലോ. എനിക്ക് അത് മതി. ഞാൻ കഴിക്കാൻ എടുക്കാം അമ്മേ.